ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇവാഞ്ചലിയോൺ മ്യൂസിക് പ്രോഗ്രാമിൻ്റെ 137ാമത് എപ്പിസോഡിലേക്ക് നാം വന്നു ചേർന്നിരിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ഈ ശുശ്രൂഷയിൽ വന്ന് സംബന്ധിക്കുകയും കാണുകയും കേൾക്കുകയും ചെയ്ത എല്ലാ സഹോദരന്മാരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്രദം ചെയ്യുന്നു. ഇന്നത്തെ പ്രോഗ്രാമും അനുഗ്രഹപ്രദമായി തീരേണ്ടതിനായി നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാനായി അപേക്ഷിക്കുന്നു. ഇന്ന് ഗാനങ്ങൾ ആലപിക്കുവാനായി എത്തിയിട്ടുള്ള പ്രിയപ്പെട്ടവരെ ഒരു വാക്കിൽ പരിചയപ്പെടുത്തുവാനായി ആഗ്രഹിക്കുന്നു. ഇന്നത്തെ ഗാന ശുശ്രൂഷയ്ക്ക് എത്തിയിട്ടുള്ളത് 2 സഹോദരന്മാരാണ്. സഹോദരൻ ആശിഷ് രാജൻ അടൂർ, സഹോദരൻ ബെനറ്റ് ജോൺ കൊട്ടാരക്കര. ഈ പ്രിയപ്പെട്ടവർ രണ്ടുപേരും മുമ്പും ഈ ശുശ്രൂഷയിൽ വന്ന് സംബന്ധിക്കുകയും ഗാനങ്ങൾ ആലപിക്കുകയും കീബോർഡ് പ്ലേ ചെയ്യുകയും ചെയ്ത സഹോദരന്മാരാണ്. അവരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഗാനങ്ങൾക്ക് പശ്ചാത്തല സംഗീതം ഒരുക്കുന്നത് എല്ലാ ആഴ്ചയിലും തന്നെ ഞങ്ങളുടെ പ്രിയമകൻ സുജിത് സുനിൽ കൊട്ടാരക്കരയാണ്. പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്നത് സുനിൽ കൊട്ടാരക്കരയാണ്. പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. സഹാരിയായി എത്തിയിട്ടുള്ള ഞങ്ങളുടെ സഹോദരൻ കൃത്യദാസൻ രാജൻ പാസ്റ്റർ അവരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അദ്ദേഹത്തെയും ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് സ്വാഗതം ചെയ്യുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ഗാനങ്ങൾ ശ്രമിക്കുകയും കാണുകയും ചെയ്യുന്ന, പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. 3 കീബോർഡിസ്റ്റുകൾ, മ്യൂസീഷ്യന്മാർ ഒരുമിച്ച് കൂടിയ ഒരു സംഗമമാണ് ഇത്. അവർ 3 പേരും ഇന്ന് ഗാനങ്ങൾ ആലപിക്കുന്നതാണ്. ഈ കഴിഞ്ഞ 136 എപ്പിസോഡ് വരെയും കീബോർഡ് വായിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ മകൻ സുജിത്തും ഇന്ന് ഗാനം ആലപിക്കുന്നുണ്ട്. അത് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഒരു പ്രത്യേകതയായിട്ടിരിക്കുന്നു. അതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവ് എല്ലാവർക്കും ആവശ്യമായ ദൈവകൃപ നൽകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നിങ്ങളും ഏവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്നത്തെ ശുശ്രൂഷ കർത്താവിനദാസൻ പാസ്റ്റർ രാജൻ അവർ മുന്നോട്ട് വന്ന് പ്രാർത്ഥിച്ച് ആരംഭിക്കുന്നതായിരിക്കും. കർത്താവിനെ ക്ഷണിക്കും. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ കർത്താവിൻ്റെ സന്നിധിയിൽ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ രാത്രിയുടെ നല്ല സമയത്തിനായി സ്തോത്രം. വളരെ നാളുകളായി കർത്താവിൻ്റെ ദാസൻ അങ്ങയുടെ കൃപയിൽ ആശ്രയിച്ച് നടത്തി വരുന്ന ഈ മ്യൂസിക് പ്രോഗ്രാം ഇത്രത്തോളം അനുഗ്രഹപ്രദമായിരിക്കാൻ കർത്താവ് ഒരുക്കിയ അവസരങ്ങൾക്കായി സ്തോത്രം. കഴിഞ്ഞ കാലങ്ങളിൽ ഈ പ്രോഗ്രാം ശ്രവിച്ച അനേകർക്ക് ആശ്വാസവും വിടുതലും ആത്മീയ സന്തോഷവും പകരുന്നതിനും ഈ പ്രോഗ്രാം മുഖാന്തരമായി തീർന്നല്ലോ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഈ രാത്രിയിലെ മ്യൂസിക് ടീം പ്രോഗ്രാമിനെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിൽ പങ്കെടുക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കായി സ്തോത്രം. കർത്തൃദാസനായി സ്തുതിക്കുന്നു. ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ പ്രോഗ്രാം ശ്രദ്ധിക്കുമ്പോൾ ആത്മീയമായ ചൈതന്യം എല്ലാവർക്കും ലഭിപ്പാൻ കർത്താവ് സഹായിക്കണമേ. ഗാനങ്ങളിലൂടെയും വചനത്തിലൂടെയും നിൻ്റെ മക്കളോട് ദൈവം സംസാരിക്കണമേ കർത്താവേ. ഇതിൻ്റെ ആദ്യ അവസാനം പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിപ്പാൻ ഇടയാകും. ഇവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. കർത്താവിന്റെ നാമത്തിന് മഹത്വം. ദൈവത്തെ ഭയപ്പെടുന്ന ഏതൊരുവരും ദൈവത്തിന് നന്ദി കരയറ്റുന്ന ഒരു അവസ്ഥയുണ്ട്. ദൈവഭക്തനായ ഒരു രാജാവ് ഒരിക്കൽ ഇങ്ങനെ പറയുണ്ടായി: എന്മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ദൈവം ചെയ്ത ഉപകാരങ്ങൾ മറക്കാതെ ദൈവത്തിന് നന്ദി പറയുന്നത്, ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നത് ഉചിതമായ കാര്യമാണ്. ലോകത്തിലെ എല്ലാ ആളുകളും ദൈവം തരുന്ന ഓരോ നന്മയ്ക്കും പകരമായി സ്തോത്രം കരയേറ്റേണ്ടതാണ്. കാരണം പരിശുദ്ധനായ ദൈവം
അവൻ നമ്മെ ഓരോ ദിവസവും വഴി നടത്തുമ്പോൾ ആ ദൈവത്തിന് മഹത്വം കരയേറ്റ ഉത്തരവാദിത്വം നമുക്കുണ്ട്. ദൈവത്തിൻ്റെ സകല സൃഷ്ടികളും യഹോവയെ വാഴ്ത്തുമ്പോൾ, ദൂതന്മാരും സൃഷ്ടികളും സൃഷ്ടിതാവിനെ വാഴ്ത്തുമ്പോൾ നമുക്കും ദൈവം ചെയ്ത ഉപകാരങ്ങൾക്കായി നന്ദി പറഞ്ഞുകൊണ്ട് സ്തോത്രം കരയേറ്റിക്കൊണ്ട് ഈ മനോഹരമായ ഗാനം ശ്രമിക്കാവുന്നതാണ്. സ്തോത്രം സ്തോത്രം യേശുവേ, സ്തോത്രത്തിനെന്നും യോഗ്യനെ, സകല നാവും പാടുന്നു ദൈവം പരിശുദ്ധൻ എന്ന ആ ഗാനം പ്രിയ സഹോദരന്മാർ ചേർന്ന് ആലപിക്കുന്നു. ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ.
ഇന്നേക്ക് 2000-ലധികം വർഷങ്ങൾക്ക് മുമ്പായി കാൽവറിയിൽ ഗോൽഗോഥായിൽ 3 കുരിശുകൾ ഉയർത്തപ്പെട്ടു. ആ കുരിശിൽ നടുവിലായി ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിനെ ക്രൂശിച്ചിരിക്കുന്നു. ഇരുഭാഗത്തും 2 കള്ളന്മാരാൽ ക്രൂശിതരായി കിടക്കുന്നു. 2 പേർ കുറ്റക്കാരും, ഒരുവൻ പാപമില്ലാത്തവനും പരിശുദ്ധനും നീതിമാനും ദൈവപുത്രനുമായവൻ ക്രൂശിതനായി തീർന്നു. അവൻ്റെ കൈകളും കാലുകളും ആണിയാൽ തുളയ്ക്കപ്പെട്ടു. അവൻ ആ ക്രൂശിൽ കിടന്നുകൊണ്ട് നിലവിളിക്കുന്ന ഒരു രംഗം നാം കാണുന്നുണ്ട്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീയും എന്നെ കൈവിട്ടതെന്ത് എന്ന് ചോദിച്ചുകൊണ്ട് നിലവിളിക്കുന്ന രംഗം നാം കാണുന്നു. ആ നിലവിളിയുടെ മുമ്പാകെ പ്രകൃതി തൻ്റെ കണ്ണുകൾ അടക്കിയുണ്ടായി. സൂര്യൻ ഇരുണ്ടു, പകൽ രാത്രിയായി തീർന്നു, കൂരിട്ട് ലോകമെമ്പാടും വ്യാപിച്ചു. ആ നിമിഷത്തിൽ ദൈവപുത്രനായ യേശു ക്രൂശിൽ പിടഞ്ഞ് മരിക്കുന്ന കാഴ്ച. എല്ലാവരും അവിടെ ഉണ്ടായിരുന്നിട്ടും ആരും അവനെ സഹായിക്കുവാനില്ലായിരുന്നു. അവൻ ഏകനായി ക്രൂശിൽ കയറുകയായിരുന്നു. അവൻ്റെ നിലവിളി ലോകത്തെ ഭ്രമിപ്പിച്ചു. പ്രകൃതി ഞെട്ടിത്തിരിച്ചു. അവൻ പിടഞ്ഞു മരിക്കുകയായിരുന്നു ചെയ്തത്. എന്തിനു വേണ്ടി? പാപികളായ ദോഷികളായ എന്നെയും നിങ്ങളെ രക്ഷിപ്പാൻ വേണ്ടി ക്രൂശിൽ പിടഞ്ഞു മരിച്ച കർത്താവ്. ക്രൂശിതരായ കള്ളന്മാരിൽ ഒരുവൻ അവനെ ഏറ്റുപറഞ്ഞ് സ്വീകരിച്ചു. അവൻ കർത്താവ് ക്രൂശിൽ പിടഞ്ഞു മരിച്ച് ഒഴുക്കിയതായ വഴിയിലൂടെ സ്വർഗതീരത്തേക്ക് പോയി. മറ്റവൻ കർത്താവിനെ തള്ളിപ്പറഞ്ഞ് മരിച്ചു. അവൻ നരകത്തിലേക്കും പോയി. ഈ രാത്രിയിൽ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ പറയട്ടെ, നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്ന, പിടഞ്ഞു മരിച്ച ഒരു രക്ഷിതാവുണ്ട്. ആ രക്ഷിതാവിനെ ഓർപ്പിക്കുന്ന, അവൻ മരണത്തെ പ്രസ്താവിക്കുന്ന ഒരു മനോഹരമായ ഗാനം ആശിഷ് രാജൻ ആലപിക്കുന്നു. ഓ പ്രിയനെ, കുരിശിൽ നീ പിടഞ്ഞു എന്നാരംഭിക്കുന്നു.
ഒരിക്കൽ യെരൂശലേമിൽ നിന്നും യെരിഹോവിലേക്ക് ഒരു മനുഷ്യൻ യാത്രയായി. അവൻ്റെ യാത്രയിൽ വഴിയിൽ വെച്ച് കള്ളന്മാർ അവനെ പിടിച്ച് അവനുള്ളതൊക്കെയും അപഹരിച്ചു. അവനെ ഉപദ്രവിച്ചു, മുറിവേൽപ്പിച്ചു, വഴിയിൽ തള്ളിയിട്ടിട്ട് അവർ കടന്നുപോയി. ആ വഴിയായി യാത്രക്കാരായി പലരും കടന്നു വന്നു. പുരോഹിതനും ലേവ്യനും അവരെല്ലാം അവനെ കണ്ടിട്ട് വഴി മാറി കടന്നുപോയി. ഒരുപക്ഷെ മറ്റു പലരും ആ വഴി വന്ന് കാണാം. അവരെല്ലാവരും ആ മനുഷ്യനോട് ദയ കാണിച്ചില്ല, ഒരു കനിവും കാണിച്ചില്ല. മുറിവേറ്റ മനുഷ്യൻ അവൻ അർത്ഥപ്രാണനായി കിടക്കുകയാണ്. അല്പം ജലം ലഭിച്ചെങ്കിൽ, ആരെങ്കിലും ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ, എന്നെ രക്ഷപ്പെടുത്തിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ച പലരോടും താൻ കേണു. പക്ഷെ അവൻ്റെ നിലവിളി കേൾക്കുവാൻ ആരും ഉണ്ടായിരുന്നില്ല. ആരും അവരുടെ ദയ കാണിച്ചില്ല, അവരുടെ കരുണ കാണിച്ചില്ല. എല്ലാവരും അവൻ ഉപേക്ഷിച്ച് കടന്നുപോയി. എന്നാൽ ആ വഴിയായി ഒരു ശമര്യക്കാരൻ വന്നതായിട്ട് നാം ബൈബിളിൽ വായിക്കുന്നു. ആ ശമര്യക്കാരൻ അവനെ സഹായിച്ചു, അവനെ രക്ഷ ചെയ്തു, അവനോട് കരുണ തോന്നി, മനസ്സലിഞ്ഞു, അവന് വേണ്ടതെല്ലാം നൽകി അവനെ സുരക്ഷിതമായ സ്ഥാനത്ത് എത്തിക്കുകയുണ്ടായി. ഈ ലോകത്തിലെ ആളുകളെല്ലാവരും നമ്മോട് കരുണ കാണിക്കുവാൻ മടി കാണിക്കുന്നവരാണ്. ഒരുപക്ഷെ അവരുടെ സാഹചര്യങ്ങൾ ആയിരിക്കാം, ഒരുപക്ഷെ അവരുടെ നിലകളായിരിക്കാം. എന്തുമായിക്കൊള്ളട്ടെ, ലോകർ നമ്മെ കൈവിട്ടു പോകും, കരുണ കാണിക്കത്തില്ല. എന്നാൽ കരുണ കാണിക്കുവാൻ കഴിയുന്ന ഒരു മഹാനായ കർത്താവുണ്ട്, വലുവനായ ദൈവമുണ്ട്. ആ കർത്താവിന് മാത്രമേ അലിവ് കാണിക്കുവാൻ, കരുണ കാണിക്കുവാൻ കഴിയുള്ളൂ. ഈ ആശയം വരുന്നതായ ഒരു മനോഹരമായ ഗാനം നമുക്ക് കേൾക്കാം. എന്നിൽ കനിവേറും ശ്രീയേശു മനുവനൻ താനെന്നും മാധുര്യവാൻ, ഓ എന്നും മാധുര്യവാൻ എന്ന് ആരംഭിക്കുന്നതായ മനോഹരമായ ഗാനം സഹോദരൻ ബെനറ്റ് ജോൺ ആലപിക്കുന്നു. ഈ ഗാനം കൃതദാസൻ ടി കെ സമൽ സാറിനാൽ രചിക്കപ്പെട്ടതാണ്. ഈ ഗാനം നമുക്ക് ശ്രമിക്കാം.
എന്നും മാധുര്യവാൻ എന്നും മാധുര്യവാൻ എന്നിൽ കനിയേറും ശ്രീയേശു മനുവേലൻ താനെന്നും മാധുര്യവാൻ എന്നും മാധുര്യവാൻ അവനരികിൽ വന്നത്
ലോകത്തിൽ ബൈബിൾ കഴിഞ്ഞാൽ ഏറ്റവും അധികം ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്ത ഒരു പുസ്തകമുണ്ട്, പരദേശി മോക്ഷയാത്ര എന്ന പുസ്തകം. ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ക്രിസ്തീയ ജീവിതയാത്രയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നതായ പ്രതിസന്ധികളും പ്രശ്നങ്ങളും പരിശോധനകളും ഒക്കെ ഉപമിച്ചുകൊണ്ട് പരദേശി മുന്നോട്ട് യാത്ര ചെയ്തു പോവുകയാണ്. അവൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ പലവിധമായ പ്രതിസന്ധികൾ അവൻ്റെ മുന്നിലുണ്ട്. ഘോര മൃഗങ്ങൾ ഉള്ള പാതയിലൂടെ നടന്നു പോകണം, കാടും മേടും അവൻ സഞ്ചരിക്കണം, കുഴഞ്ഞ ചേറ്റിൻ്റെ അനുഭവത്തിലൂടെ അവൻ സഞ്ചരിക്കണം. അങ്ങനെ പലവിധമായ ബുദ്ധിമുട്ടുകൾ സഹിച്ച് ആ സഞ്ചാരി യാത്ര ചെയ്ത് താൻ പ്രതീക്ഷിക്കുന്ന ആ തീരത്ത് എത്തിച്ചേരുന്നു. ഒരിക്കൽ ഈ പരദേശി യാത്ര ചെയ്തു പോയപ്പോൾ ചതുപ്പ് നിറഞ്ഞതായ ഒരു പാതയിലൂടെ താൻ കടന്നു പോകേണ്ടി വന്നു. ആ പാതയിൽ അവൻ ആ ചതുപ്പ് താഴ്വരയിൽ താഴേക്ക് അമർന്നു പോകുന്നതായി തനിക്ക് തോന്നി. ഓരോ പാദങ്ങളും എടുത്തു വയ്ക്കുമ്പോൾ കൂടുതൽ ആഴത്തിലേക്ക് പോകുന്നതല്ലാതെ അവന് കഴിയാതെ വന്നപ്പോൾ അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവത്തിൽ അഭയം പ്രാപിച്ചു. അവനെ കരുതുവാനായി ദൈവമെത്തി. അവൻ അറിയാതെ തന്നെ അവൻ മുകളിലേക്ക് ഉയർന്ന് അവനെ ആരോ എടുത്തു നടത്തുന്ന പോലെ അവൻ ആ ചതുപ്പ് നിലം കടന്ന് അപ്പുറത്ത് ഉറപ്പുള്ള നിലത്ത് എത്തിയതായി വായിക്കുന്നുണ്ട്. ക്രിസ്ത്യ ജീവിതത്തിൽ തകർന്നു പോകുന്ന നിമിഷത്തിൽ, വീണു പോകുന്ന നിമിഷത്തിൽ നമുക്ക് സ്വയം രക്ഷപ്പെടാൻ കഴിയാതെ വണ്ണമുള്ള പ്രതിസന്ധികളിൽ നാം എത്തിച്ചേരുമ്പോൾ നമ്മെ നടത്തുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. അത് ബലമുള്ള കൈയാണ്, കരുതുന്ന കൈയാണ്, ശക്തമായ കൈയാണ്. നാം അറിയാത്ത പാതയിലൂടെ നമ്മെ നടത്തി അപ്പുറത്ത് എത്തിക്കുന്ന നല്ല കർത്താവാണ്. അഗ്നിയുടെ നടുവിലൂടെ പോയാലും തീയുടെ നടുവിൽ കൂടെ പോയാലും നദിയുടെ ഘോര വിപത്തിലൂടെ നാം മുന്നോട്ട് കടന്നു പോയാലും അവിടെയെല്ലാം നമ്മെ കരം പിടിച്ചുയർത്തുന്ന ശക്തനായ ബലവാനായ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. ഈ ആശയങ്ങൾക്ക് വരുന്നതായ ഒരു മനോഹരമായ ഗാനം, എന്നെ നടത്തുവാൻ ശക്തനല്ലോ എന്നാരംഭിക്കുന്ന ഗാനം ആശ്രിരാജൻ ആലപിക്കുന്നു.
ഒരിക്കൽ വിശ്വാസിയുടെ പിതാവെന്ന് പേര് ലഭിച്ച അബ്രഹാം പിതാവും തൻ്റെ ഏക മകനും ഒരു യാത്ര പുറപ്പെട്ടു. ആ യാത്ര വളരെ സങ്കീർണമായ ഒരു യാത്രയായിരുന്നു. രണ്ടുപേരുടെ ഹൃദയത്തിലും വിവിധങ്ങളാകുന്ന ചിന്തകൾ അലയടിച്ച ഈ യാത്ര. മകനോട് പറഞ്ഞത് നാം യാഗം കഴിക്കാൻ പോകുന്നുവെന്നാണ്. എന്നാൽ അപ്പൻ്റെ ഹൃദയത്തിൽ വലിയ ചിന്താഭാരമുണ്ടായിരുന്നു. അപ്പൻ യാത്ര ചെയ്ത് പോകുന്നത് കേവലം ഒരു യാഗം കഴിക്കുവാനല്ല. പ്രത്യേക ദൈവം തനിക്ക് തൻ്റെ വാർദ്ധക്യത്തിൽ നൽകിയതായ വാഗ്ദത്ത സന്തതിയായ തൻ്റെ ഏകമകനായ ഇസ്ഹാക്കിനെ ബലിയായി കൊടുക്കുവാൻ ദൈവത്തിന് അർപ്പിക്കുവാൻ വേണ്ടിയുള്ള യാത്രയാണ്. മാനസികമായ വിചാരങ്ങൾ അബ്രഹാമിൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. വളരെ ഭാരപ്പെട്ടു നിരാശനായിട്ടായിരിക്കാം ഒരുപക്ഷെ അബ്രഹാം യാത്ര. മകൻ പോകുന്ന പാത്രയിൽ അവരോട് പല കാര്യങ്ങൾ തമ്മിൽ സംസാരിച്ചു. ഒടുവിൽ ഒരു സംശയം പറഞ്ഞു, അപ്പാ, തീയുണ്ട്, വിറകുണ്ട്, കത്തിയുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ യാഗത്തിന് ഇത് പോരായല്ലോ. യാഗപീഠത്തെ കരുതാൻ മറന്നുപോകും എന്ന് സംശയിച്ച് ചോദിച്ചപ്പോൾ ആ പിതാവ് പറഞ്ഞത്, മകനെ, ആ പിതാവിൻ്റെ ഹൃദയത്തിൽ വലിയ വിചാരങ്ങൾ തിങ്ങി. മറുപടി പറയുവാൻ ബന്ധപ്പെട്ടു. എന്താണ് മകനോട് മറുപടി പറയേണ്ടത്? ഒടുവിൽ ആ പിതാവിൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ വന്നു, മകനെ, യഹോവ കരുതിക്കൊള്ളും. യഹോവ ഇരേ, അവൻ കരുതിക്കൊള്ളും. ആ കരുതൽ മോരിയാമലയിൽ ചെന്നപ്പോൾ അനുഭവിച്ചു. അവന് പകരമായി ഒരു ആടിനെ ലഭിച്ചു. അവിടെ യാഗം കഴിച്ചു. ദൈവം നമ്മെ കരുതുന്നവനാണ്. നാം വ്യാകുലപ്പെടുമ്പോൾ, നാം ആശങ്കപ്പെടുമ്പോൾ നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. നമ്മെ സഹായിക്കുന്ന ഒരു കർത്താവുണ്ട്. ഏലിയാവിനോട് പറഞ്ഞു, കിരീത്തോട്ടിലേക്ക് പോകുക എന്ന് പറഞ്ഞപ്പോൾ അവന് വേണ്ട ഭക്ഷണം കരുതുവാൻ യഹോവയ്ക്ക് കഴിഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലും പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മെ കരുതുന്ന യഹോവ ജീവിക്കുന്നു. ആ ദൈവത്തിൽ ആശ്രയിക്കാം. ആ ആശയങ്ങളൊക്കെ ഓർപ്പിക്കുന്നതായ ഒരു മനോഹരമായ ഗാനം, എന്നെന്നും കരുതുന്നവൻ യേശു എന്നാരംഭിക്കുന്ന ഗാനം ഇതുവരെ പാടിയ സഹോദരന്മാരല്ല പാടുന്നത്. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ ഈ എപ്പിസോഡിലൊക്കെ നിരന്തരമായി സംഗീതത്തിന് പശ്ചാത്തല സംഗീതം ഒരുക്കിയതായ ഞങ്ങളുടെ മകൻ സുജിത് സുനിലും ഒരു ഗായകനുണ്ട് എന്ന കാര്യം നിങ്ങൾ ഒരുപക്ഷെ തിരിച്ചറിയാതിരിക്കുന്നുവെങ്കിൽ ഇന്ന് ദൈവത്താൽ അത് വെളിപ്പെടാൻ പോകുകയാണ്. പ്രിയ സുജിത് സുനിൽ ആ ഗാനം ആലപിക്കുന്നു, എന്നെന്നും കരുതുന്നവൻ യേശു എന്നാരംഭിക്കുന്ന ഗാനം.
മതിയായവൻ എൻ്റെ എല്ലാ കാലത്തും യേശു മതിയായവൻ സന്ധ്യയാതോ ഇരുളോ പ്രകാശമോ ദുഃഖമോ പട്ടിണിയോ ആപത്തോ ഈർച്ചവാളോ ഉഷസോ സന്ധ്യയാതോ ഇരുളോ പ്രകാശമോ എൻ്റെ എല്ലാ കാലത്തും യേശു മതിയായവൻ എൻ്റെ എല്ലാ കാലത്തും യേശു മതിയായവൻ എന്നെന്നും കരുതുന്നോരേശു എന്നെന്നും കാക്കുന്നോരേശു എന്നെന്നും കരുതുന്നോരേശു എന്നെന്നും കാക്കുന്നോരേശു എൻ്റെ എല്ലാ കാലത്തും യേശു മതിയായവൻ എൻ്റെ എല്ലാ കാലത്തും യേശു മതിയായവൻ
ഈ ലോകത്തിൽ നമുക്ക് ആനന്ദിക്കുവാൻ ധാരാളം കാര്യങ്ങളുണ്ട്. ലോക സുഖങ്ങളും ലോകത്തിൻ്റെ ആഡംബരങ്ങളും ഒക്കെ നമുക്ക് ആനന്ദം നൽകി എന്ന് വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ആ ആനന്ദങ്ങളൊക്കെ ഒരു നിമിഷം കൊണ്ട് മാറിപ്പോകുന്നതാണ്. ഈ ലോകത്തിലെ മാനം അത് പെട്ടെന്ന് മറഞ്ഞു പോകുന്ന മാനങ്ങളാണ്. ഈ ലോകത്തിൻ്റെ ദാഹം, അവ ഈ ലോകത്തിലെ ജലം കൊണ്ട് കുടിച്ചത് ദാഹം മാറ്റാം എന്ന് വിചാരിച്ചാൽ അതുകൊണ്ടൊന്നും ആ ദാഹം തീരുകയില്ല. ഈ ലോകത്തിൻ്റെ സുഖങ്ങൾ നമ്മെ ഒരിക്കലും സന്തോഷത്തിലേക്ക് എത്തിക്കുകയില്ല. അത് നാം മനസ്സിലാക്കണം. എന്നാൽ നമ്മെ സഹായിക്കുവാനും നമുക്ക് ആനന്ദം പകരുവാനും നിത്യസന്തോഷം നൽകുവാനും കഴിയുന്ന ഒരു രക്ഷിതാവുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ച് അവൻ്റെ സന്നിധിയിലേക്ക് അണയുമ്പോഴാണ് അവന് ആശ്വാസം ലഭിക്കുന്നത്, അവന് ആനന്ദം ലഭിക്കുന്നത്, അവന് സന്തോഷം ലഭിക്കുന്നത്. അവൻ്റെ ദാഹത്തെ തീർക്കുവാൻ ഒരിക്കലും തീർന്നു പോകാത്ത വറ്റാ നദിയായ ജീവജലം നൽകി ദൈവം അവൻ്റെ ശാന്തി നൽകി ദാഹം മാറ്റി അവനെ സമാധാനിപ്പിക്കും. അതുകൊണ്ട് നമുക്ക് ഈ നല്ല കർത്താവിൽ ആശ്രയിക്കാം. ആ കർത്താവ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. ഈ ആശയം വരുന്നതായ ഒരു ഗാനം ശ്രമിക്കാം. ഒന്നേ ഉള്ളെനിക്ക് ആനന്ദമൊരുക്കിൽ യേശുവിൻ സന്നിധി അണയോത് എന്നാരംഭിക്കുന്ന മനോഹരമായ ഗാനം സഹോദരൻ ആശിഷ് രാജൻ ആലപിക്കുന്നു.
ഈശ്വരി സുഖം തേടി നീർത്തോടുകളിൽ പോലും മാനസമീശ്വരി സുഖം തേടി വറ്റാ ജീവജല നദിയിൽ വരുമേ അകറ്റി വറ്റാ ജീവജല നദിയിൽ വരുമേ അകറ്റി ദൈവത്തിൽ നിന്ന് നന്മ അനുഭവിക്കുന്ന ധാരാളം ആളുകൾ ദൈവത്തെ മറന്ന് ജീവിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ ധാരാളം പ്രാപിച്ചിട്ടും ആ നന്മയ്ക്ക് പകരം ദൈവത്തെ സ്തുതിക്കേണ്ടതിന് പകരം ദൈവത്തിൽ നിന്ന് ദൂരേക്ക് പിന്മാറിപ്പോകുന്ന അനേകം ആളുകളെ നാം കാണാറുണ്ട്. ഒരുപക്ഷെ നാം ചിന്തിക്കും, ഇവർ ദൈവത്തിൻ്റെ മക്കളല്ലയോ, ഇവരെന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ ചിന്തിച്ച് നാം ചിന്താധാരയിലൂടെ പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ യഥാർത്ഥ ഭക്തനെ സംബന്ധിച്ച് അവനൊരിക്കലും ദൈവത്തെ പിരിഞ്ഞു പോകാൻ കഴിയത്തില്ല. അവൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം സാഹചര്യത്തിലൂടെ പോയാലും ആ ദൈവത്തെ പിരിഞ്ഞ് മറന്ന് ജീവിക്കുവാൻ അവന് കഴിയില്ല. വിവിധങ്ങളാകുന്ന പ്രതിസന്ധിയിലൂടെ പോകുമ്പോഴും അവൻ ദൈവത്തിൻ്റെ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തും. പൗലോസിൻ്റെ ജീവിതത്തിൽ കഷ്ടതയിലൂടെ കാരാഗ്രഹത്തിലൂടെ കടന്നുപോയപ്പോഴും ദൈവത്തെ മറന്ന് പോകുകയല്ല, പ്രത്യേകത പാടി ആശ്വസിച്ച് ദൈവത്തെ സ്തുതിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. അതുകൊണ്ട് ദൈവത്തിൽ നന്മ പ്രാപിക്കുന്ന എല്ലാവരും ദൈവത്തെ മറക്കാതെ ജീവിക്കണം. അങ്ങനെയുള്ള ഒരു എഴുത്തുകാരന് ക്രിസ്ത്യാനിക്ക് പറയാൻ കഴിയുന്ന കാര്യം, ഒരിക്കലും പിരിയില്ല ഞാൻ എൻ്റെ യേശുവേ, ഒരിക്കലും മറക്കില്ല ഞാൻ. നീ ചെയ്ത നന്മകൾ, നീ തന്ന ദാനങ്ങൾ ഓർത്ത് സ്തുതി പാടിയിടും. അതല്ലാതെ മറ്റെന്താ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്? ദൈവം ചെയ്ത നന്മകൾ ഒരിക്കലും മറക്കാതെ, അവനെ പിരിയാതെ, അവൻ്റെ ദാനങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട്, അവനെ പാടി സ്തുതിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം കഴിക്കാം. ഈ ആശയം വരുന്നതായ മനോഹരമായ ഗാനം, ഒരിക്കലും പിരിയില്ല ഞാൻ എന്നെ യേശുവേ എന്നാരംഭിക്കുന്ന ഗാനം സഹോദരൻ ബെനറ്റ് ജോൺ ആരംഭിക്കും. Praise God. Yes.
നീ ചെയ്ത നന്മകൾ, നീ തന്ന ദാനങ്ങൾ, നീ ചെയ്ത നന്മകൾ, നീ തന്ന ദാനങ്ങൾ ഓർത്ത് സ്തുതി പാടിടും, ഓർത്ത് സ്തുതി പാടിടും. ഒരിക്കലും പിരിയില്ല ഞാൻ യേശുവേ, ഒരിക്കലും പിരിയില്ല ഞാൻ, ഒരിക്കലും പിരിയില്ല ഞാൻ യേശുവേ, ഒരിക്കലും പിരിയില്ല ഞാൻ. നാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എൻ്റെ കൃതി രാജാവിന് വേണ്ടിയിട്ടുള്ളത് എന്ന് ഞാൻ പറയുന്നു. മനുഷ്യന് ദൈവം നൽകിയ ഒരു മഹാദാനമാണ് ഹൃദയം എന്നുള്ളത്. ആ ഹൃദയം മനുഷ്യൻ ദൈവം നൽകി ഏറ്റവും യോഗ്യമായി ഉപയോഗിക്കത്തക്കവണ്ണം ദൈവം അവരിൽ അത് സ്ഥാപിക്കുകയുണ്ടായി. മനുഷ്യ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ഒരുപോലെ പ്രാധാന്യമുള്ളതാണ് എന്ന് വരികിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമായിട്ട് ഹൃദയത്തെ ദൈവം സൃഷ്ടിക്കുകയുണ്ടായി. മാംസപേശികൾ കൊണ്ട് അലങ്കൃതമായ രക്തധമനികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന മനോഹരമായ ഒരു ഹൃദയം, അത് ദൈവം സ്ഥാപിച്ചിരിക്കുന്നത് മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ മധ്യഭാഗത്തായി അതിനെ ദൈവം സ്ഥാപിച്ചു. അതിന് വേണ്ട കരുതലുകൾ ഒക്കെ നൽകത്തക്കവണ്ണം പുറകുവശത്ത് നട്ടെല്ലിൻ്റെ മുൻഭാഗത്തായും ഹൃദയത്തിൻ്റെ ചുറ്റും വാരിയലുകൾ കൊണ്ട് മൂടി വരത്തക്കവണ്ണം വലയം ചെയ്ത് അത് വളരെ സുരക്ഷിതമായിട്ടാണ് ദൈവം സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ദൈവം ഈ ഹൃദയത്തിന് എത്രമാത്രം സംരക്ഷണം നൽകി വച്ചിരിക്കുന്നത്? ദൈവം അതിന് പ്രത്യേകമായ ചില ഉദ്ദേശങ്ങൾ നടത്തിയിട്ടുണ്ട്. മനുഷ്യശരീരത്തിലെ ഹൃദയത്തിൽ നിന്ന് രക്തധമനികൾ പുറപ്പെട്ട് രക്തം പമ്പ് ചെയ്ത് ശരീരത്തിലെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ നിമിഷനേരം കൊണ്ട് വ്യാപിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരു മിനിറ്റിൽ ഒരു മനുഷ്യൻ്റെ ശരീരത്ത് ഹൃദയം പമ്പ് ചെയ്യുന്ന രക്തത്തിൻ്റെ അളവ് ഏകദേശം 5 ലിറ്ററാണെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ആ രക്തം പമ്പ് ചെയ്യുന്ന അവസ്ഥയ്ക്ക് എന്തെങ്കിലും ഒരു തടസ്സം നേരിട്ടാൽ, അല്പം പ്രതികൂലമുണ്ടായാൽ, അല്പം തടസ്സമുണ്ടായാൽ മനുഷ്യൻ്റെ ജീവന് ആപത്തായി ഭവിക്കുന്നു. അവനിൽ ശ്വാസം നിലച്ചു പോകുന്ന പോലെ തന്നെ അവന് ഹൃദയത്തിന് നിലച്ചു പോയാൽ, അതിൻ്റെ പ്രവർത്തനം മന്ദീഭവിച്ചു പോയാൽ, പ്രവർത്തനം പെട്ടെന്ന് നിന്നാൽ അവൻ പെട്ടെന്ന് മരണത്തിന് കീഴ്പ്പെടേണ്ടി വരും. ഇന്ന് ലോകത്തിലെ ധാരാളം ആളുകളും മരിക്കുന്നത് ഹാർട്ട് അറ്റാക്ക് മുഖാന്തരമാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഹാർട്ട് അറ്റാക്ക് മുഖാന്തരം മനുഷ്യൻ മരിക്കുന്നത്? ഹൃദയത്തിലെ പേശികൾ ചിലർക്ക് കാഠിന്യമുള്ളതുമായി മാറ്റപ്പെടുന്നു. ചിലരുടെ ഹൃദയത്തിലെ ഞരമ്പുകൾ അത് ബ്ലോക്കുണ്ടായിട്ട് രക്തം കടന്നു പോകാൻ കഴിയാതെ വണ്ണം തടസ്സങ്ങളുണ്ടായിട്ട് അവർ മരിക്കുന്നു. അതിന് ഇന്ന് ശാസ്ത്രീയമായിട്ട് വളരെ ഉന്നമനമുള്ള ചികിത്സാ രീതികളുണ്ട്. ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റും അതോടൊപ്പം തന്നെ ഓപ്പൺ സർജറിയും ഒക്കെ ചെയ്ത് ഹൃദയത്തിൻ്റെ പേശികളിലുണ്ടാകുന്ന ഞരമ്പുകളുണ്ടാകുന്ന തടസ്സങ്ങളെ നീക്കി
മനുഷ്യനെ വീണ്ടും ജീവിപ്പിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മാത്രമല്ല, ഹൃദയം മാറ്റിവെച്ച് വേറെ പുതിയ ഹൃദയം വെച്ച് മനുഷ്യനെ ജീവിപ്പിക്കുന്ന പ്രക്രിയയ്ക്ക് വരെ ഇന്ന് ശാസ്ത്രം വളർന്നിരിക്കുന്നു. എന്നാൽ ഒരു കാര്യം നാം മനസ്സിലാക്കണം, ഈ ഹൃദയം നമുക്കെല്ലാം ദൈവം തന്നിരിക്കുന്നത് പ്രത്യേകമായ ഉദ്ദേശത്തിലാണ്. ആ ഹൃദയം കൊണ്ട് സൃഷ്ടിതാവിനെ അറിയുകയും സൃഷ്ടിതാവിനെ മനസ്സിലാക്കുകയും സൃഷ്ടിതാവിനെ വന്ദിക്കുകയും സൃഷ്ടിതാവിനെ വണങ്ങുകയും ചെയ്യുവാൻ വേണ്ടിയാണ് എന്നുള്ള കാര്യം മറക്കരുത്. നമ്മെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഈ മനോഹരമായ ഹൃദയം ദൈവം നൽകിയത് അതിനായിട്ട് സൃഷ്ടിതാവ് ദൈവമുണ്ട് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. എന്തിനാണ് ഈ ഹൃദയം? ഈ ഹൃദയം ദൈവത്തെ ആരാധിക്കാനും ദൈവത്തെ സ്തുതിക്കുവാനും. ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ധാരാളം കാര്യങ്ങൾ വരാറുണ്ട്. ഇന്ന് ലോകത്തിലേക്ക് നോക്കിയാൽ മനുഷ്യൻ പാവമുള്ള മനുഷ്യനായി മാറ്റപ്പെട്ടിരിക്കുന്നു. അകൃത്യം ചെയ്യുന്ന ആളുകൾ, അപ്പൻ മകനെ കൊല്ലുന്നു, മകൻ അപ്പനെയും അമ്മയെയും കൊല്ലുന്നു, ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു, ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു, സഹോദരൻ സഹോദരനെ കൊല്ലുന്നു. അങ്ങനെ മനുഷ്യനെ കൊല്ലുവാൻ മടിക്കാത്ത ഒരു ലോകം. മാത്രമല്ല, പാപത്തിൻ്റെ കണികൾ വർദ്ധിച്ചിട്ട് ഏത് വിധേനയും ഒരുവനെ നശിപ്പിക്കുവാൻ, ഇല്ലാതാക്കുവാൻ ശ്രമിച്ചുകൊണ്ട് പാപത്തിൻ്റെ ദുഷ്ചിന്തകളുമായി മുന്നോട്ട് നയിക്കുന്ന ഒരു ജനതയെ നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഹൃദയത്തിനുള്ളിൽ പാപം പ്രവേശിച്ചു. ഞാൻ പറയട്ടെ, ഹൃദയത്തിൽ നല്ല രക്തം ഒഴുകാതെ ദുഷിച്ച രക്തം അതിൽ നിന്ന് പമ്പ് ചെയ്ത് വന്നാൽ ശരീരത്തിൻ്റെ ധമനികളിൽ മറ്റ് മേഖലകളിൽ രക്തം കട്ടപിടിച്ച് അസുഖങ്ങളുണ്ടായി മരിക്കാൻ സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞതുപോലെ മനുഷ്യൻ്റെ ഹൃദയത്തിനകത്തു നിന്ന് മനുഷ്യൻ്റെ ആത്മീയ ജീവിതത്തെയും അവൻ്റെ മുൻപോട്ടുള്ള ജീവിതത്തെയും ഖനിക്കത്തക്കവണ്ണം ഹൃദയത്തിൽ നിന്ന് പാവമുള്ള അകൃത്യമുള്ള ചിന്തകളും വിചാരങ്ങളും പുറപ്പെട്ടു വരുന്നു. അതുകൊണ്ടാണ് അവൻ്റെ സഹോദരനായി കാണാൻ കഴിയാതെയും ജനിപ്പിച്ച മാതാപിതാക്കന്മാരെ അവരെ ആ നിലയിൽ ബഹുമാനിക്കാൻ കഴിയാതെയും കൊല്ലുന്നതിനും കൊലയ്ക്ക് കൊടുക്കുന്നതിനും ഉപദ്രവിക്കുന്നതിനും ഒക്കെ ഇടയായിത്തീരുന്നതാണെന്ന് ചോദിച്ചാൽ മനുഷ്യൻ്റെ ഹൃദയം മലിനമുള്ള ഹൃദയമായി മാറ്റപ്പെട്ടിരിക്കുന്നു. യെശയ്യാ പ്രവാചകൻ ഇങ്ങനെ പറയുന്നത്, പാവമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം എന്ന് പറയുന്നു. ഹൃദയം മലിനമായി, ഹൃദയം പാപം കൊണ്ട് നിറഞ്ഞ് ദുശ്ചിന്തകളും അതുപോലെ തന്നെ അനുസരണക്കേടും വഞ്ചനയും അസൂയയും കുലപാതകമൊക്കെ നിറഞ്ഞ് മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്ന് പോയിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യൻ്റെ ഹൃദയം പാപത്താൽ പിടിക്കപ്പെട്ട് കാഠിന്യമുള്ളതായി മാറ്റപ്പെട്ടു. എന്നാൽ ദൈവം സൃഷ്ടിച്ച ഹൃദയത്തിൽ അങ്ങനെയുള്ളതല്ലായിരുന്നു. ദൈവം സൃഷ്ടിച്ച ഹൃദയം സ്നേഹമുള്ള ഹൃദയമായിരുന്നു. ദൈവം സൃഷ്ടിച്ച ഹൃദയം അനുകമ്പയുള്ള ഹൃദയമായിരുന്നു. ദൈവത്തെ സേവിക്കുവാനും ദൈവത്തെ കാണുവാനും ദൈവത്തോട് സംസാരിക്കുവാനും അത് പറ്റുന്നതായ മനോഹരമായ ഒരു ഹൃദയമാണ് ദൈവം മനുഷ്യൻ സൃഷ്ടിച്ചതെങ്കിൽ മനുഷ്യൻ ആ ഹൃദയത്തെ നശിപ്പിച്ച് കളഞ്ഞു. മനുഷ്യൻ ഹൃദയത്തെ ഇല്ലായ്മയാക്കി കളഞ്ഞു. മനുഷ്യൻ ആ ഹൃദയത്തെ മലിനമാക്കി കളഞ്ഞു. അതിൻ്റെ പ്രത്യേകത എന്താണ്? പാപം നിറഞ്ഞ അനുഭവത്തിലേക്ക് മാറ്റപ്പെടുന്നു. ദീർഘായുസ് നഷ്ടപ്പെട്ട് മരണത്തിലേക്ക് തള്ളപ്പെടുന്നു. മനുഷ്യൻ പെട്ടെന്ന് മരിക്കുന്നവനായി തീരുന്നു. മാത്രമല്ല, ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ട് അവൻ്റെ ആത്മീയ ജീവിതവും നഷ്ടപ്പെട്ട് നരകത്തിലേക്ക് പോകുന്ന ഒരുവനായി മാറ്റപ്പെടുന്നു. അതാണ് പാപമുള്ള ഹൃദയം കൊണ്ടുള്ള ദോഷവശങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ ഈ ഹൃദയം പാപമില്ലാത്ത ഹൃദയമാക്കി മാറ്റപ്പെടണമെങ്കിൽ നമ്മുടേതായ ചില കാര്യങ്ങൾ കൂടെ അല്ലെങ്കിൽ നാം കൂടെ ശ്രമിക്കേണ്ടതുണ്ട്. ദൈവം സൃഷ്ടിച്ച ഈ ഹൃദയത്തെ, ഈ ശരീരത്തെ നാം മലിനപ്പെടുത്താതെ അതിനെ വിശുദ്ധീകരിച്ച് ജീവിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ്. കഠിന ഹൃദയന്മാരായ ആളുകൾ ആ കഠിന ഹൃദയത്തെ മാറ്റിയിട്ട് അലിവുള്ള ഹൃദയമാക്കി തീർക്കണം. മാത്രമല്ല, വേഗമില്ലാതെ ചിന്തിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ ആ ഹൃദയങ്ങളിൽ ബുദ്ധിയുള്ള ഹൃദയമായി മാറ്റപ്പെടേണ്ടത് ആവശ്യമായ കാര്യമാണ്. മോശ ഇങ്ങനെ ഒരിക്കൽ പറയുണ്ടായി, ദൈവമേ, ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ജീവിക്കുന്ന ദിനങ്ങൾ ചുരുക്കമാണെന്ന് എണ്ണുവാൻ കഴിയുന്ന
ഒരു ഹൃദയം നിങ്ങൾക്കുണ്ടാകേണ്ടിയിരിക്കുന്നു. വീണ്ടും വിചാരത്തിൻ്റെ ഹൃദയം ഉണ്ടാകണം, ചിന്തിക്കുന്ന ഹൃദയം ഉണ്ടാകണം, മനം തിരിയുന്ന ഹൃദയം ഉണ്ടാകണം. മാത്രമല്ല ദൈവത്തെങ്കിലേക്ക് തിരിയുന്ന ഒരു ഹൃദയം നിങ്ങൾക്കുണ്ടായെങ്കിൽ മാത്രമേ കഴിയുള്ളൂ. ഒന്നുകൂടെ പറഞ്ഞാൽ, ഈ ലോകത്തിൽ പാപം കൊണ്ട് മലിനപ്പെട്ട ഈ ഹൃദയമുണ്ടല്ലോ, ആ ഹൃദയത്തെ ശുദ്ധീകരിച്ചിട്ട് ആ ഹൃദയത്തെ ദൈവത്തെങ്കിലേക്ക് തിരിച്ച് നിങ്ങളുടെ ഹൃദയത്തെ ദൈവത്തോട് അടുപ്പിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ലോകത്തിൽ എന്തെങ്കിലും നേടുവാൻ കഴിയുന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ, ദൈവമുള്ള ഹൃദയമായി നിങ്ങൾ മാറ്റപ്പെടേണ്ടിയിരിക്കുന്നു. അതിനെന്താ ചെയ്യേണ്ടത്? നിങ്ങൾ സ്വയം എന്തെങ്കിലും ചെയ്താൽ പോരാ, ഒരു കാര്യം നിങ്ങൾ ചെയ്യണം. അതിന് ദൈവം ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. നല്ല ഹൃദയം ലഭിക്കുവാൻ വേണ്ടി ദൈവം ഒരു കാര്യം ചെയ്യുന്നു. അത് മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ഇഹലോകത്തിലേക്ക് അയക്കുകയുണ്ടായി. അവൻ ഇന്നേക്ക് 2000 വർഷം മുമ്പായി ഈ ലോകത്തിൽ ജനിച്ചു. കേവലം ഒരു മനുഷ്യനായി ജനിച്ച് അവൻ ഈ ലോകത്തിൽ ജീവിക്കുകയുണ്ടായി. പാവമില്ലാതെ പരിശുദ്ധനായി അവൻ ജീവിക്കുകയുണ്ടായി. ആ ദൈവത്തിൻ്റെ ഹൃദയം അന്ന് അവൻ ഈ ലോകത്തിലായിരുന്നപ്പോൾ ആ ഹൃദയത്തിൽ നിന്ന് അലിവ് കാണിക്കുകയുണ്ടായി, ദയ കാണിക്കുകയുണ്ടായി, കരുണ കാണിക്കുകയുണ്ടായി. രോഗിയെ കണ്ടപ്പോൾ അവനോട് ദയ തോന്നി അവനെ സൗഖ്യമാക്കിയുണ്ടായി. കുരുടനെ കണ്ടപ്പോൾ അവനോട് ദയ തോന്നി അവനെ കാഴ്ച കൊടുക്കുകയുണ്ടായി. ആഹാരമില്ലാതെ വലയുന്ന ആളിനെ കണ്ടപ്പോൾ അവരുടെ ദയ തോന്നി കരുണ കാണിച്ച് അവർക്ക് ആഹാരം നൽകുകയുണ്ടായി. മരിച്ചവർ കരയുന്നവരെ കണ്ടപ്പോൾ, വിഷമിക്കുന്നവരെ കണ്ടപ്പോൾ, വേർപാട് ദുഃഖം അനുഭവിക്കുന്നവരെ കണ്ടപ്പോൾ അവർക്ക് ആശ്വാസമായി അവരുടെ മരിച്ചവരെ തിരിച്ചു നൽകുകയുണ്ടായി. ആ അലിവുള്ള ഹൃദയം യേശുക്രിസ്തു വെളിപ്പെടുത്തി കാണിക്കുകയുണ്ടായി. ആ ഹൃദയം ഒരിക്കലും തകർക്കപ്പെടുകയുണ്ടായി. കാൽവരിയിൽ സംഭവിച്ചെന്താണ്? ഒരു പാപവും ചെയ്യാത്ത, മലിനതയില്ലാത്ത ഹൃദയം ഉള്ള കർത്താവായ യേശുക്രിസ്തു കാൽവരിയിൽ ചങ്ക് വിട്ട് മരിക്കുന്ന കാഴ്ച നാം കാണേണ്ടതാണ്. അവൻ കാൽവരിയിൽ അത് നമുക്ക് വേണ്ടി മരക്കുരിശിൽ മരിക്കുമ്പോൾ അവൻ നിലവിളിച്ചപ്പോൾ അതവൻ്റെ ഹൃദയം പൊട്ടിപ്പോകുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ, എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പരിശുദ്ധമായ ഹൃദയം നൽകുവാൻ, എനിക്ക് നിങ്ങൾക്കും വിശുദ്ധിയുള്ള ഹൃദയം നൽകുവാൻ, എനിക്ക് നിങ്ങൾക്കും നേരായ ഹൃദയം നൽകുവാൻ, കാപട്യമില്ലാത്ത ഹൃദയം നൽകുവാൻ, പാവമില്ലാത്ത ഹൃദയം നൽകുവാൻ, വിശുദ്ധിയുള്ള ആത്മീയ ഹൃദയം നൽകുവാൻ വേണ്ടി യേശുക്രിസ്തുവിൻ്റെ ചങ്ക് നിങ്ങൾക്ക് വേണ്ടി പൊട്ടി തകർക്കപ്പെടുകയുണ്ടായി. അവൻ്റെ ചങ്കിലെ ചോര ഊറ്റിക്കളഞ്ഞിട്ട് അവൻ നമുക്ക് വേണ്ടി മരിക്കുവാനിടയായി തീർന്നു. എന്തിനു വേണ്ടി ചോദിച്ചാൽ, മനുഷ്യൻ നഷ്ടപ്പെടുത്തിയതായ ഹൃദയത്തെ, മലിനപ്പെടുത്തിയ ഹൃദയത്തെ ശുദ്ധീകരിച്ച് ഒരു പുതിയ ഹൃദയം അവൻ നൽകേണ്ടതിനായിട്ട് യേശുക്രിസ്തു കാൽവരിയിൽ തൻ്റെ ഹൃദയം പൊട്ടി മരിച്ച് നിങ്ങൾക്ക് വേണ്ടി യാഗമായി തീരുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. ഈ രാത്രിയിൽ ഞങ്ങളെ കേൾക്കുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളൊരു കാര്യം ഓർക്കണം. നിങ്ങൾ പാപത്തിന് ചാലിലൂടെ പോകുമ്പോൾ, നിങ്ങൾ അതേ ഹൃദയത്തിൽ ദൈവത്തിന് വിരോധമായി ചിന്തിച്ച് ദൈവമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ലോകത്തിന് പിന്നാലെ യാത്ര ചെയ്യുമ്പോൾ, ഒരു കാര്യം നിങ്ങൾ ഓർക്കണം. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ച രക്ഷിതാവുണ്ട്. നിങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്ന രക്ഷിതാവുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ചങ്ക് തകർന്ന ഒരു രക്ഷിതാവുണ്ട്. ആ രക്ഷിതാവിനെ നിങ്ങൾ കാണണം. നിങ്ങളുടെ പാപങ്ങളെ പരിഹരിക്കുവാൻ വേണ്ടി, നിങ്ങളെ ദൈവമക്കളാക്കുവാൻ വേണ്ടി, നിങ്ങൾക്ക് ശുദ്ധീകരണം നൽകുവാൻ വേണ്ടി, നല്ല ഹൃദയം നൽകുവാൻ വേണ്ടി യേശുക്രിസ്തു തൻ്റെ ചങ്കിലെ ചോര ഊറ്റിത്തന്ന് നിങ്ങളെ വീണ്ടെടുക്കുകയുണ്ടായി. ആ ദൈവത്തെ നിങ്ങൾ അറിയണം. അവനെ അറിയുമ്പോൾ അവൻ നിങ്ങൾക്ക് ഒരു പുതിയ ഹൃദയം നൽകും. ഇങ്ങനെ നാം വായിക്കുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെയാണ് പറഞ്ഞത്: യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ ഉയർപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. പാവമുള്ള, അകൃത്യമുള്ള ഹൃദയത്തിൽ എൻ്റെ ഉടമയായി ജീവിക്കുന്ന സഹോദര, നിന്റെ പാവമുള്ള ഹൃദയത്തിൽ യേശു വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആ ഹൃദയം ശുദ്ധീകരിച്ച്, മലിനത മാറ്റി, പാപം മാറ്റി, ഒരു പുതിയ ഹൃദയം നിൻ്റെ ഉള്ളിൽ തന്നിട്ട് ആ ഹൃദയത്തിൽ കർത്താവ് വസിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് അവൻ്റെ സന്നിധിയിൽ കിടന്നു നിന്നിട്ട് നിൻ്റെ പാപങ്ങൾ ഏറ്റു പറഞ്ഞ്, യേശുവേ, ഞാനൊരു പാപിയാണ്, ഞാൻ പാപത്തിന് ഹൃദയമുള്ള ഒരു വ്യക്തിയാണ്, എൻ്റെ ഹൃദയം മലിനപ്പെട്ടു പോയിരിക്കുന്നു, എൻ്റെ ഹൃദയം കാഠിന്യമുള്ളതായിത്തീർന്നിരിക്കുന്നു, വിവേകമില്ലാത്തതായിത്തീർന്നിരിക്കുന്നു, അത് പിശാച് കൈവശപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് ഞാനിതാ എന്നെ തന്നെ നിൻ്റെ മുമ്പാകെ സമർപ്പിക്കുന്നു. എനിക്ക് വേണ്ടി നീ ചങ്കിലെ ചോര ചിന്തി എനിക്ക് വേണ്ടി മരിച്ചുവല്ലോ. ആ കർത്താവിനെ ഞാൻ രക്ഷകനായ കർത്താവായ ഹൃദയത്തിൽ സ്വീകരിക്കുന്നുവെന്ന് ഹൃദയം കൊണ്ട് ഏറ്റുപറഞ്ഞ് വിശ്വസിക്കുന്ന മാത്രയിൽ നിൻ്റെ ഇരുണ്ട ഹൃദയത്തെ ഒരു പുതിയ ഹൃദയമാക്കി, വെളിച്ചമുള്ള ഹൃദയമാക്കി, ഒരു സന്തോഷമുള്ള ഹൃദയമാക്കി മാറ്റുവാൻ കർത്താവിന് കഴിയും. അവൻ നിന്നോട് കരുണ കാണിക്കുന്നവനാണ്. ഒരിക്കൽ കർത്താവ് പറയുന്നുണ്ട്, അധ്വാനിക്കുന്നതിനും ഭാരതമായുള്ളവർ എൻ്റെ അടുക്കലേക്ക് വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം.
ആശ്വാസം പകരുവാൻ കഴിയുന്ന ഹൃദയമുള്ളവൻ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തെ വിശ്വസിപ്പീൻ, എന്നിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞ് നമുക്ക് അതേ ആശ്വാസം പകർന്ന ഒരു കർത്താവ്, കരയേണ്ട എന്ന് പറയുവാനും ഞാൻ നിന്നെ സഹായിക്കാമെന്ന് പറയുവാനും കഴിയുന്ന ഹൃദയമുള്ളവൻ കർത്താവ് മാത്രമാണ്. ഈ രാത്രി സ്നേഹിത, നിന്റെ സമീപത്തായിട്ട് കർത്താവുണ്ട്. നിന്റെ ഹൃദയം ഒരുപക്ഷെ വേദനപ്പെട്ടിരിക്കുന്നതായിരിക്കാം, സങ്കടപ്പെട്ടിരിക്കുന്നതായിരിക്കാം, പാപത്താൽ മലിനമായിരിക്കാം. സാരമില്ല, അവൻ്റെ മുമ്പിലേക്ക് വന്നാൽ നിനക്ക് സമാധാനം നൽകുവാനും ശാന്തി നൽകുവാനും ശക്തി നൽകുവാനും നിന്നെ ശുദ്ധീകരിക്കുവാനും നിന്നെ വിശുദ്ധിയിലേക്ക് കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ മകനാക്കി തീർത്ത് ദൈവത്തിൻ്റെ വകയാക്കി തീർക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകൾ ഇങ്ങനെ നാം വായിക്കുന്നുണ്ട്: നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്. എങ്ങനെ മന്ദിരമാക്കി തീർക്കാൻ കഴിയും? ഇന്ന് ഒരുപക്ഷെ നീ നിലവിളിക്കുന്നതിനായി, കഷ്ടപ്പെടുന്നവനായി, വേദനപ്പെടുന്നവനായി, ആശ്വാസമില്ലാത്തവനായി, അലയുന്നവനായി തീർന്നുവെങ്കിൽ നിന്റെ ഹൃദയത്തെ സ്വാന്തനിപ്പിച്ച് സമാധാനിപ്പിച്ച് ഒരു പുതിയ ഹൃദയം നിനക്ക് നൽകിയിട്ട് ആ ഹൃദയം ദൈവത്തിൻ്റെ ആലയമാക്കി ദൈവം മാറ്റാൻ പോവുകയാണ്. അവനെ സ്വീകരിപ്പാൻ തയ്യാറാണോ? അവനെ അംഗീകരിപ്പാൻ തയ്യാറാണോ? അവങ്കേക്ക് വരാൻ തയ്യാറാണോ? നീ നിന്റെ ജീവിതത്തിൻ്റെ പാപകരമായ ജീവിതത്തോട് യാത്ര പറഞ്ഞ്, മദ്യപാനത്തോട് യാത്ര പറഞ്ഞ്, ലോക ഇമ്പത്തോട് യാത്ര പറഞ്ഞ്, ലോക സുഖങ്ങളോട് യാത്ര പറഞ്ഞ്, നിന്റെ ജീവിതത്തിലെ വീണ്ടും ഉള്ള വിചാരങ്ങളോട് യാത്ര പറഞ്ഞ്, നിന്റെ സ്വന്തം ചിന്തകളിൽ നിന്ന് അവരോട് യാത്ര പറഞ്ഞിട്ട് ദൈവത്തെങ്കിലേക്ക് വരുവാൻ നിനക്ക് കഴിയുമോ? അങ്ങനെ കഴിഞ്ഞാൽ നിന്നെ സ്വാന്തനിപ്പിക്കുവാൻ, പുത്തൻ ഹൃദയം നൽകുവാൻ, ഉറപ്പുള്ള ഹൃദയം നൽകുവാൻ, വിശുദ്ധ ഹൃദയം നൽകുവാൻ, പുതിയ ഹൃദയം നൽകുവാൻ, സമാധാനമുള്ള ഹൃദയം നൽകുവാൻ ദൈവത്തിന് കഴിയും. ഈ രാത്രിയിൽ അതിന് കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ഭാരങ്ങൾ മാറ്റുവാൻ നല്ല കർത്താവായ യേശു ക്രിസ്തുവിന് കഴിയുന്ന ഒരു ഹൃദയമുണ്ട്. അവൻ ആ ഹൃദയം നിങ്ങൾക്ക് നൽകും. അവനെ നിങ്ങൾ സാന്ത്വനിപ്പിക്കും, ആശ്വസിപ്പിക്കും, ധൈര്യപ്പെടുത്തും. ഈ രാത്രി ഈ സന്ദേശവും ഈ ഗാനങ്ങളും അതിന് തീർക്കുമാറാകട്ടെ. ഈ രാത്രി ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അതിൻ്റെ ആശയം മാത്രമാണ്. യേശു ക്രിസ്തു നല്ല ഹൃദയത്തിൻ്റെ ഉടയവൻ. അവൻ നിങ്ങളെ സഹായിക്കും, ശക്തീകരിക്കും. ആ കർത്താവിലേക്ക് വരുവാൻ ഒരിക്കലൂടെ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്ന തുടർന്നും ഒരു ഗാനം കൂടെ നമുക്ക് ശ്രമിക്കാൻ കഴിയുന്നതാണ്. പ്രിയ സഹോദരന്മാർ ചേർന്ന ഗാനം ആലപിക്കുന്നു. നിൻ സ്നേഹം പാടുവാൻ, നിൻ നാമം ഉയർത്തുവാൻ, നിൻ സേവ ചെയ്യുവാൻ, നിന്നെ പുകഴ്ത്തുവാൻ, എൻ ദൈവമേ, എൻ ദൈവമേ, എൻ ദൈവമേ അങ്ങേ ആരാധിക്കും. അവൻ മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. നമ്മുടെ ഹൃദയത്തെ ദൈവമുമ്പാകെ വിശുദ്ധീകരിച്ച് അവനെ ആരാധിക്കുന്ന ഹൃദയങ്ങളായി മാറ്റപ്പെടുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഈ ഗാനം കൂടെ നമുക്ക് ശ്രമിക്കാം. കർത്താവിൻ്റെ നാമം ഇതിലൂടെ മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. Praise the Lord.
പാതയിൽ വെളിച്ചമായി മുന്നിലാ. ഇതുവരെ എബനേസറാ എന്നോടു കൂടി ഇരുമൂടിയ പാതയിൽ വെളിച്ചമായി മുന്നിലാ. ദൈവാത്മാവേ, 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 അങ്ങേ ആരാധിക്കും. ദൈവാത്മാവേ, 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 അങ്ങേ ആരാധിക്കും. നിൻ സ്നേഹം പാടുവാൻ, നിൻ നാമം ഉയർത്തുവാൻ, നിൻ സേവ ചെയ്യുവാൻ, നിന്നെ പുകഴ്ത്തുവാൻ. നിൻ സ്നേഹം പാടുവാൻ, നിൻ നാമം ഉയർത്തുവാൻ, നിൻ സേവ ചെയ്യുവാൻ, നിന്നെ പുകഴ്ത്തുവാൻ. ദൈവാത്മാവേ, 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 അങ്ങേ ആരാധിക്കും. ദൈവാത്മാവേ, 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 അങ്ങേ ആരാധിക്കും. ദൈവാത്മാവേ, 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 അങ്ങേ ആരാധിക്കും. ഈ രാത്രിയിലും ദൈവത്തിൻ്റെ സന്ദർശനം നമ്മുടെ മേലുണ്ടാകുവാൻ ഇടയായിത്തീർന്നു. അതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഞാൻ വിചാരിക്കുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ഇത് കണ്ട ധാരാളം പേരുണ്ട്. നിങ്ങളുടെ മേലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വ്യാപാരശക്തി പകർന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ കരുതുകയാണ്. നിശ്ചയമായിട്ടും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളെ ദൈവം മാനിക്കട്ടെ, സഹായിക്കട്ടെ. ഇന്ന് രാത്രിയിൽ ഈ ശുശ്രൂഷയ്ക്കായി കടന്നു വന്ന് ഗാനങ്ങൾ ആലപിച്ച ഞങ്ങളുടെ സഹോദരന്മാരായ ആശിഷ് രാജൻ, ബെനറ്റ് ജോൺ എന്നിവർക്കും പശ്ചാത്തല സംഗീതവും ഒപ്പം ഗാനവും ആലപിച്ച സുജിത് സുനിൽ കൊട്ടാരകരിക്കും ക്യാമറ ഓപ്പറേറ്റ് ചെയ്ത സുനിൽ കൊട്ടാരകരിക്കും സഹാരിയായി തീർന്ന പാസ്റ്റർ രാജൻ അവർകൾക്കും ലോകത്തിൻ്റെ വിഭാഗങ്ങളിൽ നിന്ന് ശ്രദ്ധിച്ച എല്ലാ സഹോദരി സഹോദരന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. ഈ സന്ദേശങ്ങളും ഗാനങ്ങളും നിങ്ങളുടെ ഹൃദയത്തെ പിടിച്ചുലച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അടുത്തിരുന്നുകൊണ്ടാണ് ഈ ശബ്ദം ശ്രവിച്ചത്. ഈ ശബ്ദത്തിന് മുമ്പാകെ നിങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുകയാണെങ്കിൽ ഈ രക്ഷിതാവ് നിങ്ങളെയും അനുഗ്രഹിക്കും. നിങ്ങളുടെ ഹൃദയത്തിന് ആശ്വാസം തരും. സമാധാനമുള്ള ഒരു ഹൃദയം നിങ്ങൾക്ക് ലഭിക്കും. ആനന്ദമുള്ള ഒരു ഹൃദയം നിങ്ങൾക്ക് ലഭിക്കും. സന്തോഷവും ശാന്തിയുമുള്ള ഒരു ഹൃദയം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളെ സഹായിക്കുവാൻ കർത്താവിനല്ലാതെ മറ്റാർക്കും കഴിയത്തില്ല. ലോകസുഖങ്ങൾ നൈമിഷികമാണ്. അതെല്ലാം മായയാണ്, പെട്ടെന്ന് മാറിപ്പോകുന്നതാണ്. എന്നാൽ ഒരിക്കലും തീരാത്ത സന്തോഷം കർത്താവിൽ മാത്രമാണ്. അതിനായിട്ട് കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഈ രാത്രിയിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. ഒരു പ്രാർത്ഥനാ വിഷയം കൂടെ ഞാൻ വിട്ടുപോയി പറയുന്നു. ഈ പ്രോഗ്രാമിൽ പലപ്പോഴും വന്ന് സംബന്ധിക്കുകയും സഹകരിക്കുകയും ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്ത സഹോദരൻ ബാബു കോടനാവട്ടം ഹാർട്ടിൻ്റെ ചില പ്രയാസങ്ങളാൽ TMM ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരിക്കുന്നു. ഒരു ഓപ്പറേഷൻ അടിയന്തരമായി ചെയ്യേണ്ടതായ സാഹചര്യമാണ് തനിക്ക് ഇപ്പോൾ ഉള്ളത്. ദൈവമക്കൾ ആ സഹോദരനെ പ്രാർത്ഥനയിൽ ഓർക്കേണ്ടതാണ്. ദൈവത്തിൻ്റെ
അത്ഭുതമായ കരുതൽ, വിടുതൽ ആ പ്രിയ സഹോദരൻ്റെ ഹൃദയത്തിൽ ലഭിക്കത്തക്കവണ്ണം എല്ലാ പ്രയാസങ്ങളെയും മാറ്റുവാൻ വേണ്ടി നമുക്ക് ഏവർക്കും ഈ രാത്രിയിൽ പ്രാർത്ഥിക്കാം. നമുക്കൊരുമിച്ച് ചേർന്ന് അവിടെയുള്ളായിരിക്കുന്ന പ്രിയപ്പെട്ടവർ കണ്ണുകൾ അടച്ച് തലകൾ ഉണക്കുകയും ഒരു നിമിഷം പ്രാർത്ഥനയ്ക്കായി സമയം ചെലവഴിക്കാം. നമ്മുടെ ദൈവം നല്ല ദൈവമാണല്ലോ, മഹാകരുണയുള്ളവനാണല്ലോ. നമ്മുടെ ആവശ്യങ്ങളെ, നമ്മുടെ അവസ്ഥകളെ, നമ്മുടെ സങ്കടങ്ങളെ, നമ്മുടെ പ്രശ്നങ്ങളെ അറിയുന്ന നല്ല ഹൃദയമുള്ള കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയ കണ്ണുകളെ ഉയർത്താം. ഞാൻ ഓർപ്പിച്ചതുപോലെ ഹൃദയത്തിൻ്റെ ബ്ലോക്ക് നിമിത്തം ഭാരപ്പെട്ട് ആശുപത്രിയിലായിരിക്കുന്ന ആ പ്രിയ സഹോദരന് കർത്താവ് രാത്രികാലം സൗഖ്യം നൽകുന്നതിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ രാത്രിയുടെ യാമത്തിനായി ഞങ്ങൾ തിരുനാമത്തെ വാഴ്ത്തുന്നു, അങ്ങയെ സ്തുതിക്കുന്നു. ഈ രാത്രിയിൽ ദൈവാത്മാവിൻ്റെ വ്യാപാര ശക്തി അടിങ്ങളുടെ മേലും കർത്താവ് അടിങ്ങളെ കേട്ട പ്രിയപ്പെട്ട മേലും അവിടുന്ന് വ്യാപരിപ്പിച്ചതിനായി സ്തോത്രം. ചില ഹൃദയങ്ങൾ കർത്താവ് ഈ രാത്രികൾ സംസാരിച്ചുള്ളതിനായി സ്തോത്രം. അവിടുന്ന് ശക്തി പകർന്നുള്ളതിനായി സ്തോത്രം. അവിടുന്ന് ബലം അയച്ചുള്ളതിനായി സ്തോത്രം. ചില ഹൃദയങ്ങൾക്ക് ശക്തിയും സമാധാനവും സൗഖ്യവും അവിടെ നൽകുവാൻ അവിടുന്ന് സഹായിച്ചിരിക്കാൻ സ്തോത്രം. കർത്താവെ, ഗാനങ്ങളിൽ പാടുവാൻ, ഉപകരണം വായിപ്പാൻ, ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുവാനൊക്കെ കർത്താവ് എൻ്റെ ദാസന്മാരെ അവിടെ കൃപ നൽകി സഹായിച്ചതിനായി സ്തുതിക്കുന്നു. അനുകൂലമായ എല്ലാ സാഹചര്യങ്ങളും നൽകുന്നതിനായി സ്തോത്രം. കർത്താവെ, വളരെ ദൂരത്തു നിന്നും ഒക്കെ അനേകർ ഈ മാധ്യമത്തിലൂടെ ഈ ഗാനങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്, സന്ദേശം കേട്ടിട്ടുണ്ട്. അവർക്കൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഭാരപ്പെട്ട് കഴിയുന്ന ഹൃദയങ്ങൾക്ക് കർത്താവെ ഈ രാത്രിയിൽ ആശ്വാസം പകരണമേ. മനോവേദനയാൽ ഭാരപ്പെടുന്ന, വ്യഥകളാൽ ഭാരപ്പെടുന്ന ഹൃദയങ്ങൾക്ക് ഈ രാത്രികാലം സമാധാനം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടഭാരങ്ങളെ വലയുന്ന പ്രിയപ്പെട്ടവർക്ക് ഈ രാത്രികാലം അവിടുന്ന് ആശ്വാസപ്രദനായിരിക്കണമേ. കരയുന്ന ഹൃദയങ്ങൾക്ക് ഇന്ന് അവിടുന്ന് കണ്ണീർ മാറ്റി സന്തോഷം പകർന്നതിനായി തീരണമേ. ഞങ്ങളുടെ പ്രിയ സഹോദരൻ ബാബു വർണ്ണാടത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥകളെ കർത്താവ് അറിയുന്നു. എല്ലാ തടസ്സങ്ങളെയും നിൽക്കുവാൻ കർത്താവിന് കഴിയുമല്ലോ. അവിടുത്തേക്ക് ഒന്നും കഴിയാത്തവനല്ല, സകലവും ചെയ്യുന്നവനാണ്, സൗഖ്യദായകനാണ്. മുമ്പും അവിടുന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. കർത്താവ് ഇപ്പോൾ തൻ്റെ അവസ്ഥകളെ അവിടുന്ന് മാറ്റി ഒരു ഓപ്പറേഷൻ ആവശ്യമാണെങ്കിൽ അത് ചെയ്യുവാനും തനിക്ക് പൂർണ്ണ സൗഖ്യം പ്രാപിച്ച് പിന്നെ ഈ കർത്താവിന് വേണ്ടി പാടുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ ഭാരത്തിൽ ആ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന മറ്റു പലരും അവർക്കായി പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്നവരൊക്കെ പ്രാർത്ഥിക്കുന്നവരെ വിടുവിക്കണമേ. മാറാ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു, അവരെ സൗഖ്യമാക്കണമേ. ഹൃദയഭാരമുള്ളവരായി കഴിയുന്നവരുണ്ട്, അവർക്കായി പ്രാർത്ഥിക്കുന്നവർ ഭാരങ്ങളെ മാറ്റണമേ. ഈ രാത്രിയിൽ അടികളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. അടികളെയും കർത്താവ് സഹായിക്കണമേ. ഇത്രത്തോളം സഹായിച്ചതിനായി സ്തോത്രം, മഹത്വം കർത്താവിന്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സുവാസവും കാവലും നാം ഏവരോടും പ്രാർത്ഥിച്ച വിഷയങ്ങളോടും ഭൂലോകമെമ്പാടും കർത്താവിൻ്റെ വരവിനെ കാത്തിരിക്കുന്ന സകല വിശുദ്ധന്മാരുടെ കൂടെയും ഇന്നേക്കും കാലാവസ്ഥ കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.